ഹായ് എവറി വൺ, ആൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ന്യൂ അപ്ഡേറ്റുമായിട്ടാണ്. KSSB റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. കേരളത്തിലും ജോലി നേടാനുള്ളൊരു അവസരം വന്നിട്ടുണ്ട്. നല്ല ശമ്പളത്തിൽ ഈ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. 40,000 രൂപയാണ് പ്രതിമാസം സാലറി ലഭിക്കുന്നത്. ഈ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ലാസ്റ്റ് ഡേറ്റ്, ഏജ് ലിമിറ്റ് എന്നിങ്ങനെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ റിക്രൂട്ട്മെൻറ്റ് 2025 ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ജോലി ഒഴിവുകൾ നികത്തുന്നത് സംബന്ധിച്ച തൊഴിൽ വിജ്ഞാപനം കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ പുറത്തിറക്കി. ആവശ്യമായ യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് സർക്കാർ സ്ഥാപനം ഓഫ്ലൈൻ അപേക്ഷ ക്ഷണിക്കുന്നു. ഇന്ത്യയിലുടനീളമുള്ള ഈ ഒരു ടെക്നിക്കൽ അസിസ്റ്റൻ്റ് തസ്തികകളാണ്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് 18/2/2025 മുതൽ 5/3/2025 വരെ ഓഫ്ലൈൻ മോഡിൽ അപേക്ഷിക്കാവുന്നതാണ്. തപാൽ വഴിയാണ് നിങ്ങൾ ഈ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് അപേക്ഷ നൽകേണ്ടത്. നെക്സ്റ്റ് പറയുന്നത് കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ റിക്രൂട്ട്മെൻറ്റ് 2025 ഹൈലൈറ്റുകളാണ്. സ്ഥാപനത്തിൻ്റെ പേര് കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ, തസ്തികയുടെ പേര് ടെക്നിക്കൽ അസിസ്റ്റൻ്റ്, ജോലിത്തരം സംസ്ഥാന സർക്കാർ ജോബാണ്, നിയമനതരം കരാറടിസ്ഥാനത്തിലാണ്, ഒഴിവുകൾ വന്നിട്ടുള്ളത് 1. വേക്കൻസി കുറവാണെന്ന് വിചാരിച്ചിട്ട് അപ്ലൈ ചെയ്യാതിരിക്കേണ്ട. മാക്സിമം താല്പര്യം യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യേണ്ടതാണ്. ജോലിസ്ഥലം കേരളമാണ്. ശമ്പളം 40,000 രൂപയാണ് പ്രതിമാസം. അപേക്ഷാ രീതി ഓഫ്ലൈൻ മോഡിലാണ്. അപേക്ഷ ആരംഭിക്കുന്നത് 18/2/2025 ആണ്. അവസാന തീയതി 5/3/2025 മുമ്പായിട്ട് താല്പര്യ യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കേണ്ടതാണ്. നെക്സ്റ്റ് പറയുന്നത് സാലറി ഡീറ്റെയിൽസ് ആണ്. 40,000 രൂപയാണ് പ്രതിമാസം എന്ന് പറഞ്ഞു. പ്രായപരിധിയാണ് പറയുന്നത്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി 25 to 40 വയസ്സാണ്. 25-നും 40-നും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. യോഗ്യത കേരള സെക്യൂരിറ്റി പെൻഷൻ റിക്രൂട്ട്മെൻറ്റ് 2025 ഏതെങ്കിലും സർവകലാശാലയിൽ നിന്നോ ക്യാമ്പസ് റെഗുലർ കോഴ്സിലൂടെ BTech അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, MCA ഈ യോഗ്യതയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാം. അപേക്ഷാ ഫീസ് കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ റിക്രൂട്ട്മെൻറ്റിന് അപേക്ഷാ ഫീസ് ആവശ്യമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് സെലക്ഷൻ ചെയ്യുന്ന രീതി എങ്ങനെയെന്നാണ്. തിരഞ്ഞെടുപ്പ് പ്രക്രിയ പ്രാരംഭ സ്ക്രീനിംഗ് അല്ലെങ്കിൽ എഴുത്തുപരീക്ഷയുടെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന യോഗ്യരായ സ്ഥാനാർത്ഥികളെ അഭിമുഖത്തിന് വിളിക്കും. അഭിമുഖം സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത സ്ഥാനാർത്ഥികളെ വ്യക്തിഗതമായി അറിയിക്കും. നെക്സ്റ്റ് പറയുന്നത് അപേക്ഷിക്കേണ്ട വിധം എങ്ങനെയെന്നാണ്. യോഗ്യതയുള്ളവർ ബയോഡാറ്റയുടെ പകർപ്പ്, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫുകൾ, പ്രായം, യോഗ്യത എന്നിവ തെളിയിക്കുന്ന ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എന്നിവ സഹിതം വെള്ളക്കടലാസിൽ അപേക്ഷിക്കണം. പൂരിപ്പിച്ച അപേക്ഷയുടെ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് അപേക്ഷ എന്ന് മുകളിൽ എഴുതിയ സീൽ ചെയ്ത കവറിൽ 2025 മാർച്ച് 5-നോ അതിനു മുമ്പോ സമർപ്പിക്കേണ്ടതാണ്. താല്പര്യം യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപേക്ഷിക്കേണ്ടതാണ്. നല്ല ശമ്പളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർ പെട്ടെന്ന് അപേക്ഷിക്കുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.